മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് കർണാടകയിലെ കൽബുർഗി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ പോയ കേരളത്തിലെ പെൺകുട്ടികളിൽ 2-3 പേര് ഒരു കുട്ടിയെ ടോയ്ലറ്റിൽ കഴുകാൻ ഉപയോഗിക്കുന്ന ഫിനോയിൽ കുടിപ്പിച്ച റാഗിംഗ് നടത്തിയ ആ സംഭവം, അതിൻ്റെ അന്വേഷണം എവിടം വരെ എത്തി, എങ്ങനെയൊക്കെ പോകുന്നു എന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും ആ ഗതികേടിന് വിധേയയായ ആ പെൺകുട്ടി കേരള ഗവൺമെന്റ് ചെലവിൽ കേരള ഗവൺമെന്റിലെ നഴ്സിംഗ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി പഠിക്കുന്നു. മറ്റ് 3 കുട്ടികളിൽ ഒരെണ്ണത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റ് 2 എണ്ണം ജയിലിലാണ്, റിമാൻഡിലാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വെറുതെ നിങ്ങളോട് ഒന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ മക്കളെ കഴിയുന്നതും മുസ്ലിം കോളേജിലും മുസ്ലിം സ്ഥാപനങ്ങളിലും ആക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. എല്ലാ മുസ്ലിങ്ങളും തിന്മ നിറഞ്ഞവരല്ല, എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളും കുഴപ്പമുള്ളതല്ല. പക്ഷെ അതിനകത്ത് കുറച്ചു പേരെങ്കിലും കുഴപ്പമുള്ളവരുണ്ട്. ഹിന്ദു സ്ഥാപനങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെയും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഏതെങ്കിലും തിന്മകൾ നടത്തുന്നതിലും വരുന്നതിലും ഒരു പരിധിയുള്ളതായിട്ട് ഒരു സുവിശേഷ പ്രസംഗികൻ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞ എല്ലാ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഞാൻ പറയുന്നു, മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ മക്കളെ എപ്പോഴാ ലവ് ജിഹാദിപ്പെടുത്ത് കൊണ്ടുപോകാന്നൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു സുവിശേഷ പ്രസംഗൻ TV യിൽ പറഞ്ഞത് കേട്ടു. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരെണ്ണം കേൾക്കുന്നത്. ഈ കലബുർഗി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആ നഴ്സിംഗ് ഹോമിലേക്ക് ഈ കേരളത്തിലെ ഇവര് സ്വന്തം പെൺകുട്ടികളെ മക്കളെ അയക്കുമ്പോൾ ഓർമ്മിക്കാം, കേരളത്തിലെ എത്രയധികം നഴ്സിംഗ് സ്കൂളുകളും കോളേജുകളും ഉള്ളത്. എന്തിന് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ പ്രദേശത്ത് കൊണ്ടുപോയിട്ട് മക്കളെ ആക്കുന്നു? എന്നിട്ട് അതിൽ റാഗിങ്ങിന് വിധേയമാക്കാൻ ഒരെണ്ണം, റാഗിങ് നടത്താൻ വേറൊരെണ്ണം. ആ റാഗിങ് നടത്തിയ പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര കാലായി ജയിലിൽ കഴിയുന്നു. അവർക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇതുങ്ങളുടെ സർവ്വ ചെലവും നോക്കി ഇവർക്ക് നല്ലൊരു ജോലി അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ കിട്ടാൻ വേണ്ടി നഴ്സിംഗിന് പഠിപ്പിച്ച തനി നികൃഷ്ടമായിട്ട് സ്വന്തം കുലത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ ഫിനോയിൽ കുടിപ്പിക്കുന്ന ലെവലിലേക്ക് താഴ്ന്ന് നീചപ്രവൃത്തി ചെയ്യാൻ പാകത്തിന് അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പൂത്ത പൈസയുടെ തരിപ്പ് കൊണ്ട് ഇങ്ങനെ മക്കൾ 2ഉം ജയിലിലാണ് എന്നറിഞ്ഞ് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? ശരിക്ക് എൻ്റെ മകള് ജോലിക്ക് പോയിട്ട് വരാൻ വൈകിയാല് എനിക്ക് തന്നെ മനസ്സിനകത്ത് എന്തൊരു പിടപ്പാറിയോ. പക്ഷെ ഇത് ജയിലിലാ കിടക്കുന്നത്. എപ്പോഴെല്ലാം കോടതിയിലേക്ക് അവരുടെ പേപ്പർ പോകുന്നോ അപ്പോഴെല്ലാം 2 ആഴ്ചത്തേക്ക് കൂടി റിമാൻഡ് നീട്ടി അങ്ങനെ കൊണ്ടുപോവാണ്. ഇതിങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ ആത്മഹത്യ ചെയ്യില്ലെന്നുള്ളതിന് എന്താ ഉറപ്പ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഓരോ ഹിന്ദു അമ്മമാരോടും അച്ഛന്മാരോടും ഞാൻ പറയുന്നു, മക്കളെ പഠിപ്പിക്കാൻ ഏതെങ്കിലും കോളേജിലേക്ക് ആക്കുന്നതിന് മുമ്പ് അടിമുടി പരിശോധിച്ചതിന് ശേഷമേ ഇത് ചെയ്യാവൂ. നിങ്ങൾ മക്കളുടെ ഇഷ്ടമനുസരിച്ച് എവിടെയെങ്കിലൊക്കെ വിടും. ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അവസാനം ഓരോന്നിലും ചെന്ന് ട്രാപ്പിലാകും. ഖുർആന്റെ മഹത്വവും അള്ളാഹുവിന്റെ മഹത്വവും ഖാബയുടെ മഹത്വവും ഹജ്ജിന്റെ മഹത്വവും പർദ്ദയിടുന്നതിന്റെ മഹത്വമൊക്കെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് അവസാനം അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ലെന്ന് ഭ്രാന്തിന്റെ ലെവലിൽ കൊണ്ടുപോയിട്ട് മക്കളെ എത്തിച്ച് പിന്നെ നിങ്ങളെ കൂടി മതം മാറ്റാൻ മകളും മകനും ഒക്കെ ശ്രമിക്കുന്ന അവസ്ഥ. അതൊന്ന്. മറ്റൊന്ന്, ഇതേപോലെ റാഗിംഗ് ഒക്കെ ചെയ്യുമ്പോഴും അതിനൊക്കെ ഹിന്ദു കുട്ടികളാണെങ്കിൽ പ്രത്യക്ഷമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിം മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ ഒന്ന് നശിപ്പിച്ചാലും ഒടുക്കിയാലും അതൊരു അച്ചീവ്മെന്റ് ആണെന്ന് കണക്കാക്കുന്ന വേറൊന്ന്. ഇതുകൂടാതെ പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളും
അല്ലാത്ത കുറെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെ മതം മാറ്റാനായിട്ട് വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി തനി ഭ്രാന്തിന്റെ ലെവലിലേക്ക് എത്തിക്കുന്ന മൂന്നാമത്തെ ഒരു വിഭാഗം. എല്ലാം അറിയണം, മക്കൾക്ക് ഡിഗ്രിയും വിദ്യാഭ്യാസവും ഒക്കെ വേണം, കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള മാർക്ക് ഇല്ല എങ്കിൽ ആ മാർക്ക് ഉപയോഗിച്ച് എന്ത് പഠിക്കാൻ പറ്റുമോ അത് പഠിപ്പിച്ചാൽ മതി, അത് പഠിച്ചാൽ മതി എന്നുകൂടി ഓർമ്മിപ്പിക്കണം. പുറത്ത് എന്ന് പഠിപ്പിക്കണ്ട എന്നല്ല, പുറത്ത് വിടണ്ട എന്നല്ല, പ്രത്യേകിച്ച് ഈ മുസ്ലിം സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു മതത്തിനും എതിരെയല്ല ഞാൻ പറയുന്നത്, ഇലക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല. മക്കളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന അനുഭവം ഇന്നലെയും മിനിഞ്ഞാന്നും വളരെ വളരെ വ്യക്തമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ്സിലെടുത്തപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ല എങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ നിലനിർത്തി എന്ന മഹാപാപം ഞാൻ ചെയ്യുന്നത് ഒഴിവാക്കാനാണ് പാലക്കാട് കഴിഞ്ഞ ആഴ്ചയിൽ പോയപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നും തൃശ്ശൂരും എറണാകുളത്തുമൊക്കെയുള്ള യാത്രയിൽ എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അല്ല പഠിപ്പിക്കേണ്ടത്, മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ചെന്ന് തനി നരകത്തിൽ ചെന്ന് സ്വർഗത്തിൽ ചെല്ലാനും അല്ല പഠിപ്പിക്കേണ്ടത്. ഈ ദേശദ്രോഹത്തിനും രാഷ്ട്രദ്രോഹത്തിനും പൈതൃകത്തെ അവഹേളിക്കാനും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിനകത്ത് ക്യാൻസർ പോലെ വളരുന്നുണ്ട്. ആ ക്യാൻസറിനെ വളം വെച്ച രാഷ്ട്രീയ പാർട്ടിക്കാര് ഇലക്ഷനും ഭരിക്കാനും വേണ്ടി വളം വെച്ചവരാണ് ഒരു വിഭാഗം എന്നുകൂടി മറക്കാതിരിക്കട്ടെ. നിങ്ങളുടെ മക്കള്, പ്രത്യേകിച്ച് പെൺമക്കള് അതിൽ ട്രാപ്പഡ് ആവാതിരിക്കട്ടെ. ആണുങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പെണ്ണുങ്ങളാണ് 10 മാസം ഗർഭവും കൊണ്ട് ഇതുങ്ങളുടെയൊക്കെ ബീജം കുട്ടിയെ പോലെ വഹിക്കേണ്ടി വരുന്നെന്ന പച്ച സത്യവും നന്ദനം എന്ന സിനിമയിൽ പറയുന്നതുണ്ട്. മടിക്കുത്തഴിക്കുന്നതിനെ കുറിച്ച് സത്യമാണ്, പച്ചയ്ക്ക് പറയുന്നു. ആ 10 മാസം വല്ലേവന്റെ ഗർഭവും പേറി നടക്കേണ്ട ഗതികേട് പെൺകുട്ടികൾക്കാണ് ഉണ്ടാവുന്നത് എന്ന് കൂടി മറക്കാതിരിക്കട്ടെ. വാക്കുകൾ പറഞ്ഞ് പുരുഷന്മാര് അവരുടെ കാര്യം നേടി പോകുന്ന അവസ്ഥ, പുരുഷന് രക്ഷപ്പെട്ടു പോകാം. ഏത് മൃഗത്തിൻ്റെയും കാര്യം പോലെയാണ്. പുരുഷൻ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അനുഭവിക്കേണ്ടി വരുന്നത്, അകത്തുള്ള ശിശു പുറത്തേക്ക് വരുന്നത് വരെ അനുഭവിക്കേണ്ടി വരുന്നത് പെണ്ണുങ്ങളാണ്, പെൺകുട്ടികളാണ്. പിന്നെ സമൂഹം അവരെ തിരിഞ്ഞു നോക്കില്ലെന്ന് കൂടി മറക്കാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.